കാരണഭൂതനെ കണ്ടം വഴി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ജില്ലാ കമ്മിറ്റികൾ. സ്വന്തം പാർട്ടിക്കാരാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ശരിക്കും നാട്ടുകാരാണ് ഓടിക്കേണ്ടിയിരുന്നത്. പക്ഷേ അപ്പോൾ ആദ്യം ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. പാർട്ടിക്കാർ ഒരു ആക്കിയതിന് ശേഷം ഇനി നാട്ടുകാർ ഇടപെടുമായിരിക്കും. അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ഒരു വിവരം എന്താണെന്ന് ചോദിച്ചാൽ, പോളിറ്റ് ബ്യൂറോ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ അതെ ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന്. പക്ഷേ പോളിറ്റ് ബ്യൂറോ ആ പറഞ്ഞതിനെ കേന്ദ്ര കമ്മിറ്റി തള്ളിയിരിക്കുകയാണ്. അവർ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇമാതിരി പരാജയം ഉണ്ടാവും എന്നുള്ളതാണ്. വെറും പരാജയമല്ല, വൻ പരാജയമാണല്ലോ. അവർ ചരിത്രത്തില്ലാത്ത രീതിയിൽ അവർ നിരപ്പാക്കപ്പെട്ടിരിക്കുന്നു. അതായത് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മൊത്തത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പിണറായി വിജയനും ഇദ്ദേഹത്തിനുമെതിരെ ഉണ്ടായിരിക്കുന്നത്, എം വി ഗോവിന്ദനുമെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടും കൂടെ തന്നെയാണ് മൊത്തം കൊളമാക്കിയതെന്നാണ് എല്ലാ പാർട്ടി മീറ്റിങ്ങുകളിലും പറയപ്പെടുന്നത്. മാത്രമല്ല, എന്തിനാണ് അദ്ദേഹത്തെ കാരണഭൂതനാക്കിയ പാറശാല ഏരിയ കമ്മിറ്റി പോലും ഇതെടുത്ത് MLA സ്ഥാനം വരെ രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അത് ഏരിയ സെക്രട്ടറി അജയകുമാറാണ് അന്ന് അങ്ങനെ ആവശ്യപ്പെട്ടത് എന്നായിരുന്നു വാർത്തകൾ. ആ വാർത്തകൾ അദ്ദേഹം തന്നെ നിഷേധിച്ചു. അജയകുമാർ തന്നെ നിഷേധിച്ചു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ നിഷേധിച്ച് മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അയാളുടെ പേര് വെച്ചിട്ടാണ് വന്നത്. ഈ അവലോകനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞ് പേര് വെച്ചിട്ടാണ് വന്നത്. മറ്റേ ചാം ചച്ചാ ചൂം ചച്ചാ നിങ്ങളുടെ നാട്ടിലാണല്ലോ സംഭവിച്ചത്. അടൂരാണ് അത് നടന്നത്. എന്താണെങ്കിലും ഇന്നലെ കാരണഭൂതന്റെ 81ാം പിറന്നാളായിരുന്നു. അപ്പോൾ പിറന്നാളിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പൊക്കെ മരുമകൻ ഇട്ടിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് ഇട്ടിട്ടുണ്ട്. ഈ മഹാനായ മനുഷ്യനാണ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇമാതിരി ആക്രമിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. വികാരാധീനാണ് അദ്ദേഹം. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും വലിയ ഒരു പരാജയം നേരിട്ട ഈ പാർട്ടിയെ സ്വയം വിമർശനത്തിന് വിധേയമാക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ, നിങ്ങൾക്ക് കണ്ണും പൂട്ടി വിമർശിക്കാം, പക്ഷെ പാർട്ടി വേദികളിലായിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം തുറന്നു പറഞ്ഞാൽ നമുക്ക് ആത്മപരിശോധന നടത്താം, ആ രീതിയിൽ പറഞ്ഞ് അങ്ങനെ വിമർശനത്തിന് പ്രോത്സാഹനം നൽകുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കുടത്തിൽ നിന്ന് ഭൂതനം തുറന്നുവിട്ട അവസ്ഥയിലാണ്, തിരിച്ച് കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലായി. എല്ലാ കമ്മിറ്റികളിലും നിരന്തരമായ വിമർശനം. ഇനി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ കൂടാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും അവിടെ നിന്ന് വരാൻ പോകുന്നത് ദൈവത്തിനറിയാം. കാരണം കോഴിക്കോട്ടൊക്കെ ഉണ്ടായതിൻ്റെ തിരിച്ചടി നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ആൾക്കാരും വിമർശിക്കുമ്പോൾ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത വിധം സൈബർ സേനയുണ്ടല്ലോ CPM-ന്റെ, അതെ, ആ സൈബർ സേനയും താഴെ പോയിരിക്കുന്നു. അല്ല, അവര് കിണർകോല് വേറെ വഴിക്ക് ഇറങ്ങി, കിണർകോലിന് സത്യം മനസ്സിലാക്കാൻ ഇറക്കി വിടുന്നത്, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞാണ് കിണർകോല്. പിന്നെ ബാക്കിയുള്ള അണികൾ പൈസ കിട്ടണ്ടേ? ഇതിപ്പം പൈസ കൊടുത്തോണ്ടിരുന്നവർക്ക് പലർക്കും വിമർശിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു വിമർശനം? ഇത്രയും ഒരു വിമർശനം ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. CPM-ൽ പ്രത്യേകിച്ച് ഒരു നേതാക്കൾക്കെതിരെയും വിമർശനം നടത്താൻ തയ്യാറാകാത്ത പാർട്ടിയാണ് CPM. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ഭയമാണ്. പാർട്ടി മെമ്പർഷിപ്പ് നഷ്ടമാകുമോ, പാർട്ടിയിൽ ഞാൻ കുലംകുത്തിയാകുമോ, പാർട്ടി എന്നെ പുറത്താക്കുമോ, ഈ പാർട്ടി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് കരുതുന്നവരുടെ ഒരു കൂട്ടമായിരുന്നു ഈ CPM. പക്ഷേ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ വൃത്തികെട്ട പ്രവർത്തികൾ മാത്രം ചെയ്ത ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചിരുന്നത് കഴിഞ്ഞ തവണ. അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇങ്ങനെ രൂക്ഷ വിമർശിച്ചതിൻ്റെ കാരണം അവരുടെ കയ്യിലിരിപ്പുണ്ട് തന്നെയാണ്. ഈ വളരെ പ്രശസ്തമായ ഒരു കോമഡി ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പം സിനിമയിൽ, ന്യൂജൻ സിനിമയിൽ നിർമ്മൽ പാലാഴി എല്ലാം കൂടെ ചേർന്ന് അവതരിപ്പിച്ച ഹരീഷ് കണാറിനും എല്ലാം ഒരു തെരഞ്ഞെടുപ്പ് ആണ് അവർ മൊത്തത്തിൽ അതിനകത്ത് കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വിഭാഗം ജയിക്കുക, ഒരു വിഭാഗം തോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു മുദ്രാവാക്യമുണ്ട്, ഇങ്ങനെയൊക്കെ പറയാമോ, നമ്മൾ നാളെ കാണണ്ടേ, എൻ്റെ അമ്മ ചുട്ടൊരു നെയ്യപ്പം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു മുദ്രാവാക്യം. എന്ന് പറഞ്ഞതുപോലെ ഇപ്പം എം വി ഗോവിന്ദനും പിണറായി വിജയനും അണികളോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ പറയാവോ, ഒന്ന് വിമർശിക്കാൻ ഒരു അവസരം കൊടുത്തു. അതങ്ങോട്ട് കിട്ടി. ഏറെ നാളായിട്ട് സ്വാതന്ത്ര്യം കാത്തിരുന്ന ഒരു ജനസമൂഹം എന്ന് വേണേൽ പറയാം. ആ സമൂഹം ആ സ്വാതന്ത്ര്യം മൊത്തം ആസ്വദിച്ചുകൊണ്ട് പെട്ടെന്ന് ഇതിലേക്ക് ചാടുകയാണ്. മാത്രമല്ല പാർട്ടി അണികൾ മുഴുവൻ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു. അതെ, അത് നമുക്ക് പയ്യന്നൂരും തലപ്പറമ്പിലും നമ്മൾ കണ്ടതാണ്. നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദിവസം അവർ പറയാൻ പേടിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടി കമ്മിറ്റികളിൽ വിളിച്ചു പറയുകയും കൃത്യമായി അത് മാധ്യമങ്ങൾക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. പണ്ട് CPM-ന്റെ യോഗങ്ങളുടെ വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് അതൊക്കെ വളരെ എളുപ്പമായി. നേതാക്കന്മാരുടെ യോഗം കഴിഞ്ഞ് ഇറങ്ങി എല്ലാം വിളിച്ചു പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഇന്നലെ ഒരു വാർത്ത വരുന്നുണ്ട്, അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി CPM-ന്റെ സുധാകരനെതിരെ ഭയങ്കര വിമർശനം നടത്തിയെന്നും, അയാൾ കുലംകുത്തിയാണെന്നും, അയാൾ അധികാരമോഹത്തിന് വേണ്ടി
അയാളുടെ അധികാരത്തിന് വേണ്ടി അയാൾ പാർട്ടിയെ തള്ളി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം മാത്രം, കാരണം അത് അവരുടെ വിഷമം കൊണ്ടായിരിക്കും. സീറ്റ് കയറി കളഞ്ഞില്ലേ സുധാകരൻ, ഞങ്ങളിപ്പോൾ പിടിച്ച് വെളികളെന്ന് പറഞ്ഞുകൊണ്ട് വന്നവരല്ലേ അവർ. എന്നിട്ട് എന്തായി? എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സുധാകരൻ അവിടെ ജയിച്ചത് അമ്പലപ്പുഴയിൽ? നമുക്കറിയാം വി കുഞ്ഞികൃഷ്ണൻ, അതുപോലെ ടി കെ ഗോവിന്ദൻ, ജി സുധാകരൻ, പിന്നെ അവിടെ ഇടുക്കിയിൽ ദേവികുളത്ത് രാജേന്ദ്രൻ, അതുപോലെ ഐഷ പോറ്റി, അങ്ങനെ ഒരു വലിയ വിഭാഗം ഈ പാർട്ടിയിൽ നിന്ന് മാറി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇതിനകത്ത് എസ് രാജേന്ദ്രൻ ദേവികുളത്ത് പോയത് ഇവിടേക്കാണ്, ബി ജെ പിയിലേക്ക്. പി കെ ശശിയും ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് വെച്ചത്. ഐഷ പോറ്റിയും പി കെ ശശിയും, അതുപോലെ ഈ കുഞ്ഞികൃഷ്ണനും, അതുപോലെ നമ്മുടെ പിന്നെ ജി സുധാകരനും ടി കെ ഗോവിന്ദനും എല്ലാം ഈ മത്സരിച്ചിടത്ത് ഉണ്ടായ പാർട്ടി അണികളുടെ വോട്ട് അവർക്ക് ചെന്നത്, അതിനെക്കുറിച്ച് ഇപ്പോഴും ഈ CPM-ന്റെ വിലയിരുത്തലുകളിൽ വരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പ്രധാനമായും KN ബാലഗോപാൽ നേരിയ വോട്ടിനാണ് അവിടെ ജയിച്ചത്. അതെ, ഐഷ പോറ്റി നന്നായി ലീഡ് ചെയ്തു. അത് ഞങ്ങളോട് സർവേ ചെയ്യപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അവിടെ ജനങ്ങൾ കൂടുതൽ പേരും ഐഷ പോറ്റിക്ക് ഒപ്പം തന്നെയായിരുന്നു. ഒരു അവസാന നിമിഷം എന്തെങ്കിലും അങ്ങോട്ട് മാറ്റം മറിച്ചുകൾ എന്തൊക്കെ സംഭവിച്ചിട്ട് ഇത്രയും കുറഞ്ഞ വോട്ടിന് ബാലഗോപാൽ ജയിച്ചു. അവിടെയും ശരിക്കും ബാലഗോപാൽ തോറ്റു പോകേണ്ടതാണ്. കോൺഗ്രസിൻ്റെ ആ പ്രചാരണ ശൈലി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രചാരണം അത്ര ശക്തമാകാതിരുന്നുകൊണ്ടാണ് അവിടെ ഇവർ ജയിച്ച് പോയത്. നിസ്സാര വോട്ടാ. അടിയൊഴുക്കൾക്കും സാധ്യതകൾ കളയാൻ പറ്റില്ല. അവിടെയൊക്കെ തന്നെ ഈ ഇപ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ തനിക്ക് ഒപ്പം സഹകരിച്ചില്ലെന്നൊക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ ഐഷ പോറ്റി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്, കാരണം അതൊരു CPM-ന്റെ ഒരു കുത്തക സീറ്റായിട്ട് മാറിയിരുന്നു ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി ഇത്തവണ അവിടെ BJP രശ്മി. അപ്പോൾ രശ്മി ഒഴിഞ്ഞു പോയ സ്ഥിതിക്ക് തങ്ങൾക്ക് കിട്ടും സ്ഥാനാർത്ഥിത്വം എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് പേര് കാണും, ഉറപ്പാണല്ലോ. അവരെല്ലാവരും കൂടി ആ ഒരു പ്രവർത്തന മാന്ദ്യം അതിനുള്ളിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കുറേ നാൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടും സീറ്റ് കിട്ടാതെ വന്നവർക്ക് CPM-ൽ നിന്ന് പെട്ടെന്നൊരാൾ വന്നു, അവർക്ക് സീറ്റ് കൊടുത്തു. പക്ഷേ ഈ ഇങ്ങനെയുള്ള ഒരു അപ്രതീക്ഷിത എൻട്രി CPM-ലാണെങ്കിൽ അവരത് വിഷയമാക്കത്തേ ഇല്ല. പക്ഷെ കോൺഗ്രസിൽ അത് എപ്പോഴും വിഷയമായിരിക്കും, കാരണം കോൺഗ്രസ്സുകാർ കുറേ പേര് ഈ ഇതിനു വേണ്ടി കാത്തിരുന്ന ആൾക്കാരാണ്. എല്ലായിടത്തും നമുക്കറിയാമല്ലോ, എത്ര ഈ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് ഉണ്ടെങ്കിലും കോൺഗ്രസ് കിട്ടുമ്പോൾ എത്ര പൈമയും അമ്മൂമ്മമാരാണ് ഇതിനു വേണ്ടി സീറ്റ് എത്തുന്നത്. 4 വഴിക്കെന്നുള്ള സമ്മർദ്ദമാണ്. അപ്പോൾ എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പോളിറ്റ് ബ്യൂറോയും അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയൊക്കെ തന്നെ ഓരോരോ ഈ തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ അണികൾ അവ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നമ്മൾ ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. ഇനി താഴെത്തട്ടിലേക്ക് കൂടുതൽ ചർച്ചകൾ പോകുമ്പോൾ ഈ നേതാക്കന്മാർ അങ്ങോട്ട് ഈ അണികളെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഇത്രയെല്ലാം മാരകമായ ഒരു തോൽവി നേരിട്ടിട്ടും ഈ പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യത്തിന് പിന്നാലെയാണ് പാർട്ടി ഇപ്പോഴും അതാണ് അവിടെയാണ്. അതായത് അയാളെ പ്രതിപക്ഷ നേതാവാക്കുന്നു, അയാളെ ആക്ഷേപിക്കുന്നവരെ തെരഞ്ഞുപിടിക്കുന്നു, അയാൾക്കെതിരെയുള്ള ആക്ഷേപം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇയാൾക്കെതിരെ ഈ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലാപം ഒഴിവാക്കി വിടാൻ മറ്റു മാർഗങ്ങളും മറ്റു പ്രചാരണങ്ങളുമായിട്ട് ഇവർ നടക്കുന്നു. പക്ഷെ ഇതൊക്കെയായിട്ടും ഒരിടത്തും പാർട്ടിയിൽ ഈ പിണറായി വിജയനെതിരെയുള്ള ഈ ആരോപണങ്ങളും ഈ ആക്ഷേപങ്ങളും ഒന്നും നിലയ്ക്കുന്നില്ല. അത് ഓരോ ദിവസവും കൂടിക്കൂടി വരിക. MV ഗോവിന്ദനും പിണറായി വിജയനും എതിരെയുള്ള ആരോപണങ്ങൾ കൂടിക്കൂടി വരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പിണറായി വിജയൻ കൃത്യമായി പിൻഗാമിയെ നേരെ തീരുമാനിച്ചിട്ടില്ലല്ലോ. അതാണ് അതിൻ്റെ കാരണം. ഇപ്പം ഇതിനകത്ത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം തനിക്ക് ശേഷം പ്രളയമല്ല, ഒന്നുകിൽ തനിക്ക് ശേഷം പാർട്ടി വേണ്ട, ഇനി അഥവാ പാർട്ടി ഉണ്ടെങ്കിൽ മരുമകനെയൊക്കെ എത്തി കൊണ്ടുപോകാം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാരണവശാലും ഇവർ ഇത് സമ്മതിക്കുന്നില്ല.